നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചുരിദാർ മെറ്റീരിയലിൻ്റെ വീഡിയോയുമായിട്ടല്ല വന്നിട്ടുള്ളത്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ബാലൻസ് വരാറുള്ള ക്ലോത്ത് ഉപയോഗിച്ച് ഒരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഐറ്റം എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം. വേറൊന്നുമല്ല, ക്ലോത്ത് ബാഗാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ക്ലോത്ത് ബാഗ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് കടയിൽ നിന്ന് പോയി പുതിയ ക്ലോത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എന്നെപ്പോലെ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവരുടെ കയ്യിലാണെങ്കിലും ഇതേപോലെ ഒരുപാട് ഫാബ്രിക്സ് പീസ് അധികം വരാറുണ്ട്. ഇങ്ങനെയുള്ള പീസുകളിൽ ഞാൻ സാധാരണ കുറച്ച് കളർഫുള്ളായിട്ടുള്ള നല്ല പ്രിൻ്റുള്ള ഫാബ്രിക്സൊക്കെ മാറ്റി വയ്ക്കാറുണ്ട്, കുറച്ച് പാച്ച് വർക്കും അങ്ങനെയൊക്കെ ഡിസൈനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിലും ഒരുപാട് അധികം ആകുന്നുടനെ നമ്മളത് കൂടുതലും വേസ്റ്റിലിടുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പം നല്ല ക്ലോത്തുകൾ അങ്ങനെ വെറുതെ വേസ്റ്റാക്കി കളയാതെ ഇതേപോലെ എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയത്. ടൈലറിങ്ങിൻ്റെ ബേസിക് അറിയാവുന്നവർക്കും ഇത് വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കുറച്ച് നന്നായിട്ട് സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവർക്കും ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളാണിത്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 15 ഇഞ്ച് നീളത്തിലും താഴോട്ട് 18 ഇഞ്ച് ഇറക്കത്തിലും 2 പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതേപോലെ വള്ളി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി ഒരു 16 ഇഞ്ച് നീളവും 3.5 ഇഞ്ച് വീതിയിലും 2 പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. എനിക്കിവിടെ സെയിം ക്ലോത്ത് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് വേറൊരു ക്ലോത്ത് എടുത്തിരിക്കുന്നത്. അത് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യമേ വള്ളി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതേപോലെ ഉള്ളിലേക്ക് സെൻറ്ററിലേക്ക് ഒന്ന് മടക്കുക. ഇതേപോലെ ഈ സൈഡും സെൻറ്ററിലേക്ക് മടക്കുക. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ ഇതേപോലെ മടക്കി ഈ അരികിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. വള്ളി രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെയുള്ള ഈ 2 ക്ലോത്തിൻ്റെയും ഇതാണ് 15.5 ഇഞ്ച് വീതിയാണ് ഇവിടെ വരുന്നത്. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. ഇതേപോലെ 2 പീസ് ക്ലോത്തിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിൽ നിന്നും 2 സൈഡിലേക്കും ഞാനൊരു 2.5 ഇഞ്ച് 2.5 ഇഞ്ച് വീതം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും 2.5 ഇഞ്ച്, അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും 2.5 ഇഞ്ച് വീതം 2 ക്ലോത്തിലും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വള്ളി സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇവിടെ ഒരു 1/2 ഇഞ്ച് ആദ്യമേ മടക്കിയ ശേഷം ഒന്നുകൂടെ ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് മടക്കി ഇതേപോലെ ഈ അരികിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ നമ്മൾ വള്ളി സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടി 2 മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ വള്ളി കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ വെച്ചതിന് ശേഷം ഈ അരികിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. വള്ളിയുടെ ഒരു എൻഡ് ഇതേപോലെ ഈ ഒരു വശത്തും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ 2 സൈഡിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ അരികിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ മുകളിൽ കൂടെ ഒരു പ്രസ് സ്റ്റിച്ച് കൂടെ ചെയ്തെടുക്കുക. ഇവിടെ വള്ളിയുടെ വശം വരുമ്പം ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ പ്രസ് സ്റ്റിച്ച് കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 പീസിലും ചെയ്തെടുക്കുക. അതിനുശേഷം നല്ല വശങ്ങൾ ഇതേപോലെ ചേർത്ത് വെച്ച് ഈ അരികിൽ കൂടെ 3 വശവും ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. 3 വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ താഴെ കോർണർ ഭാഗത്തായിട്ട് ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് താഴെ വരുന്ന ഈ സ്റ്റിച്ച് സൈഡിലെ ഈ സ്റ്റിച്ചും ഈ താഴെ വരുന്ന സ്റ്റിച്ചും ഒരേ ലെവലിൽ വരത്തക്ക രീതിയിൽ ഇതേപോലെ പിടിക്കുക. ഇവിടെ നിന്നും ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഒന്ന് മാർക്ക് ചെയ്ത് ഇതേപോലെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സൈഡിലും അതേപോലെ ചെയ്യണം. ഇതേപോലെ 2 കോർണറിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാഗ് നല്ല വശത്തേക്ക് തിരിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ഒരു ബാഗ് റെഡി ആയിട്ടുണ്ട്. ബാഗിൻ്റെ മെഷർമെൻറ്റ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തെടുക്കാം. ഇതേപോലെ ബാലൻസ് വന്നിട്ടുള്ള ഫാബ്രിക്സ് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള വേറൊരു ബാഗാണിത്.
ഇത് ഇതിൻ്റെ താഴെ നോർമലായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഒരു കോർണർ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്ത വേറൊരു ബാഗാണിത്. ഇനിയിപ്പോൾ ഇത് ഇപ്പോൾ കൂടുതലായിട്ടും കടകളിലെല്ലാം ക്ലോത്ത് ബാഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉള്ള ഫാബ്രിക്സിന് പകരം ബാഗ് സ്റ്റിച്ച് ചെയ്യുന്ന ഫാബ്രിക്സുകൾ കടയിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങി വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക് അറിയാവുന്നവർക്ക് കൂടി സ്റ്റിച്ച് ചെയ്ത് ഇതൊരു വരുമാന മാർഗം ആക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ബാഗുകളൊക്കെ യൂസ് ചെയ്യുന്നത് എൻ്റെ ഓഫ്ലൈൻ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ്. ഞാൻ ചുരിദാർ മെറ്റീരിയലും അതേപോലെ സാരിയും ഒക്കെയാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ഒരു ബാഗിൻ്റെ ഈ ഒരു മെഷർമെൻറ്റിൽ തയ്ച്ചു കഴിഞ്ഞാൽ അതിന് യൂസ് ചെയ്യാൻ പറ്റും. വേസ്റ്റ് ഫാബ്രിക്സ് റീയൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐഡിയയാണിത്. ഇപ്പോൾ ഇതേ മെഷർമെൻറ്റിൽ കറക്റ്റായിട്ടൊരു ഫുൾ ക്ലോത്ത് കിട്ടിയില്ലെങ്കിലും 2-3 കളറിലുള്ള ക്ലോത്തുകൾ പാച്ച് ചെയ്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതും കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടി ഇതേപോലെയുള്ള ക്ലോത്ത് ബാഗുകൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.